എന്താണ് ശരിക്കുമുള്ള ഭക്തി? അത് നമ്മൾ ദിവസവും ചെയ്യുന്ന കുറെ ചിട്ടകളിലും അനുഷ്ഠാനങ്ങളിലുമാണോ, അതോ അതിനപ്പുറം മറ്റെന്തെങ്കിലുമാണോ? ഭക്തിയുടെ ആഴത്തിലുള്ള അർത്ഥം തേടുന്ന, നമ്മളെ ശരിക്കും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ കഥ വരുന്നത് സചിത്ര ബാലകഥകൾ എന്ന പുസ്തകത്തിൽ നിന്നാണ്. ആരാധനയെക്കുറിച്ച് നമ്മൾ പൊതുവെ കരുതി വച്ചിട്ടുള്ള പല ധാരണകളെയും ഈ കഥ ചോദ്യം ചെയ്യും. ഒരുപക്ഷെ ഈ കഥ കേട്ടുകഴിയുമ്പോൾ ദൈവത്തോടുള്ള നമ്മുടെ സമീപനത്തിൽ തന്നെ ഒരു മാറ്റം വന്നേക്കാം. നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രം അടിയുറച്ച വിശ്വാസിയായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ജീവിതമെന്ന് പറയുന്നത് വളരെ കൃത്യമായ ചിട്ടകളോടുകൂടിയ ഒന്നായിരുന്നു. ഓരോ ദിവസവും ഒരു മാറ്റവുമില്ലാതെ ഒരേപോലെ കടന്നുപോകുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഭക്തി എന്ന് പറഞ്ഞാൽ ഈ മൂന്നേ കാര്യങ്ങളാണ്. എല്ലാ ദിവസവും ഗംഗാനദിയിൽ പോയി കുളിക്കുക, അവിടെ നിന്ന് പുണ്യജലം ശേഖരിക്കുക, എന്നിട്ട് അത് നേരെ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് സമർപ്പിക്കുക. ഈ ഒരു ചടങ്ങിൽ ഒരു ചെറിയ പിഴവ് പോലും വരുന്നത് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. അതായിരുന്നു അദ്ദേഹത്തിന്റെ ലോകം, അദ്ദേഹത്തിന്റെ ശരി. എന്നാൽ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഈ ഉറച്ച വിശ്വാസം ഒരു വലിയ പരീക്ഷണത്തിന് വിധേയമാവുകയാണ്. അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ രാത്രി മുഴുവൻ പനിച്ച് അവശനായിട്ടൊരാൾ വഴിയിൽ കിടക്കുന്നുണ്ടായിരുന്നു. വെള്ളവുമായി വരുന്ന ഈ ഭക്തനെ കണ്ടപ്പോ ആ രോഗിയുടെ കണ്ണുകളിൽ ഒരു പ്രതീക്ഷ തിളങ്ങി. ഒരു തുള്ളി വെള്ളത്തിനുവേണ്ടി അയാൾ ദയനീയമായിട്ട് അപേക്ഷിച്ചു. ഇവിടെയാണ് കഥയിലെ പ്രധാന സംഘർഷം ഉടലെടുക്കുന്നത്. ഒരു വശത്ത് ഒരു പുണ്യകർമ്മം, മറുവശത്ത് ഒരു മനുഷ്യന്റെ ജീവന്റെ ആവശ്യം. അനുഷ്ഠാനമാണോ വലുത്, അതോ മനുഷ്യത്വമാണോ? പക്ഷേ ആ ഭക്തന്റെ മറുപടി വളരെ കഠിനമായിരുന്നു. ദൈവത്തിനു വേണ്ടി കൊണ്ടുപോകുന്ന പുണ്യജലം ഒരു സാധാരണക്കാരന് നൽകാൻ അദ്ദേഹം ഒരുക്കമല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ അനുഷ്ഠാനത്തിന്റെ നിയമങ്ങൾ ഒരു മനുഷ്യന്റെ ജീവനേക്കാൾ എത്രയോ വലുതായിരുന്നു. ആ പാവം മനുഷ്യന്റെ ദാഹം കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം നേരെ ക്ഷേത്രത്തിലെത്തി വിഗ്രഹത്തിൽ ആ വെള്ളം സമർപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് വലിയ സംതൃപ്തി തോന്നി. വഴിയിൽ നടന്നതൊന്നും അദ്ദേഹത്തെ ഒട്ടും അലട്ടിയില്ല. തന്റെ കടമ ഞാൻ കൃത്യമായി നിറവേറ്റി എന്ന വിശ്വാസത്തിൽ അദ്ദേഹം സമാധാനിച്ചു. പക്ഷേ ആത്മാവില്ലാത്ത ആ ഒരു ചടങ്ങിന് എന്ത് വിലയുണ്ടെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. അന്ന് രാത്രി ആ ഭക്തന് ഇതിനൊരു ഉത്തരം കിട്ടാൻ പോവുകയായിരുന്നു, അതും തീർത്തും അപ്രതീക്ഷിതമായ ഒരു രീതിയിൽ. അപ്പോ നമുക്കാ സ്വപ്നത്തിലേക്ക് പോകാം. ആ വഴിയിൽ വെച്ചുണ്ടായ സംഭവം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് കാണപ്പെട്ടതെന്ന് നോക്കാം. അന്ന് രാത്രി അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. അതിൽ അദ്ദേഹം എന്നും ആരാധിക്കുന്ന ദൈവം രോഗിയായി ക്ഷീണിതനായിരിക്കുന്നു. ഇത് കണ്ട് പരിഭ്രാന്തനായ ഭക്തൻ ദൈവത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങ് ഈ അവസ്ഥയിലായതെന്ന്. ദൈവത്തിന്റെ മറുപടി ഒരു ഇടിത്തീ പോലെയായിരുന്നു. ദൈവം പറഞ്ഞു, നീ വഴിയിൽ ദാഹിച്ചു കിടന്നവനെ സഹായിച്ചില്ല, അതുകൊണ്ട് നീ എനിക്ക് തന്ന ആ വെള്ളം ഒരു പാപമായി മാറി, ഞാൻ രോഗിയായി. അനുകമ്പയില്ലാത്ത ആരാധന എത്രത്തോളം അർത്ഥമില്ലാത്തതാണെന്ന് ആ വാക്കുകൾ തെളിയിച്ചു. ആ ഒരു ദൈവീക വെളിപാട് അദ്ദേഹത്തില് വളരെ പെട്ടെന്ന് വലിയൊരു മാറ്റമുണ്ടാക്കി. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, തന്റെ സമീപനം മുഴുവൻ ദൈവത്തിന്റെ പ്രതീകമായ വിഗ്രഹത്തിൽ മാത്രമായിരുന്നു എന്ന്. അതേസമയം സഹജീവികളിൽ ഓരോ മനുഷ്യനിലുമുള്ള ദൈവത്തെ അദ്ദേഹം കണ്ടില്ലെന്ന് നടിച്ചു. അതോടെ അദ്ദേഹത്തിന്റെ ജീവിതം ആകെ മാറി. ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് പകരം അദ്ദേഹം പാവപ്പെട്ടവരെയും ദുരിതമനുഭവിക്കുന്നവരെയും തേടിപ്പോകാൻ തുടങ്ങി. അവരെ മനസ്സറിഞ്ഞു സേവിക്കുന്നതാണ് യഥാർത്ഥ ആരാധനയെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അപ്പോ ഈ ശക്തമായ കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പാഠമെന്താണ്? ഇതാണ് ഈ കഥയുടെ കാതൽ. വെറും അനുഷ്ഠാനങ്ങളെക്കാളും പ്രാർത്ഥനയേക്കാളും എത്രയോ വലുതാണ് അനുകമ്പയോടെയുള്ള പ്രവൃത്തികൾ. വളരെ നേരിട്ടുള്ള ശക്തമായ ഒരു സന്ദേശമാണിത്. ഈ കഥ പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്: യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത് വിഗ്രഹത്തിനു മുന്നിൽ സമർപ്പിക്കുന്ന കാഴ്ചകളിലല്ല, മറിച്ച് ജീവനുള്ളവയോട് നമ്മൾ കാണിക്കുന്ന സേവനത്തിലാണ്. ഈ കഥ നമ്മളോടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഭക്തിയുടെ യഥാർത്ഥ രൂപം എന്താണ്? അത് കുറച്ചു ചടങ്ങുകളിൽ ഒതുങ്ങി നിൽക്കുകയാണോ, അതോ സഹജീവികളോടുള്ള അനുകമ്പയിലാണോ അതിന്റെ കാതൽ? ഒന്നാലോചിച്ചു നോക്കൂ.